പാരയില്ലേ, അവനിട്ടൊരു പാര പണിയാൻ പോവാ. നീ ഇവിടെ നിന്നോ. കാഞ്ഞുപോയവൻ മനസ്സിലായല്ലോ, തൈപ്പറമ്പിൽ അശോകൻ. ഒരാഴ്ച കഴിയാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് പൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും. തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത്. നിനക്കെന്ത് പറ്റിയടാ? ചുഴലിയാണോ? ചുഴലി അല്ല കുട്ടിമാമ, എന്നെ കെട്ടിയിട്ട് അശുവൻ തട്ടിക്കൊണ്ട് പോയി. നുണ പറയരുത്. എന്റെ മുറപ്പെണ്ണെ പറ്റി ഞാൻ നുണ പറയുമോ? ആ സംശയം ഉണ്ടാകുമ്പോ മുറിയിലോട്ട് ഒന്ന് നോക്ക്. വന്നാട്ടെ വാ. എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കുമോ? നീ അക്കോഷേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ? നീ സമാധാനപ്പെടും, നിന്നെ കുറിച്ച് ഞാൻ എഴുതാം. നീ എന്താ ഈ കത്തിവേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. അമ്പട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം വിത്തിൻ 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. ആരേശ് മൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോടനെ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോണ്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. പോടാ. വിട്, അരഞ്ഞണത്തിന്ന് വിട്. ഓഹോ, അമ്പട്ടൻ പാരാ. അപ്പുക്കുട്ട ഇറങ്ങി വേടാ. എടാ
ഇവിടെ എവിടെ എവിടെ? ഇങ്ങ മേളില്. എന്ത് വേണം? ഇറങ്ങി വേടാ. യാത്ര വഹിക്കാൻ വന്നായിരിക്കും. അല്ല, നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട്. മേളിലോട്ട്. അവന്മാർക്ക് എത്ര രൂപ കൊടുത്തു? ആർക്ക്? നിന്റെ ഗൂർഖാളിയന്മാർക്ക്. കുട്ടിമാമനും ഡോൾമ അമ്മായി അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറക്കി പോയിരിക്കുക. ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോക്കരത്തിനെ കാണിച്ചാലുണ്ടല്ലോ. നീ ആണല്ലെന്നറിയാം, അതാണല്ലോ അവന്മാരെ അയച്ചത്. അവന്മാരോ? നീ എന്തുവാടേ പറയുന്നത്? തണുപ്പത്ത് പീടിയത്തിനെ കിടന്ന് നിന്റെ പിരി ഇളയിപ്പോയടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും. എടാ, നായ നടുകളിലും ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. ഇവിടെ വന്നിട്ട് നിനക്ക് കൂലിത്തല്ലുകാരായിട്ടല്ലോ കമ്പനി. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? ഓ, നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ, അവര് പറയും. വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പൂക്കുട്ടൻ. അല്ല, അശോകൻ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവനെ ഇതൊരു സൂചനാ തല്ല് മാത്രമാണ്, റിഹേഴ്സൽ. ഇനിയും മുറപ്പെണ്ണിന്റെ കൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള തല്ല് പുറകെ വരുന്നുണ്ടോ? അപ്പുക്കുട്ട, നിന്റെ അന്ത്യം എടുത്തിരിക്കുന്നു. ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ്. ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് സലാഡിന് കൊത്തിയരിയുന്ന പോലെ നിന്നെ ആരെയും. തൈപ്പറമ്പിൽ അശോകനാണ് ഈ പറയുന്നത്. അശ്വതി, എന്നെ വിളിച്ചോ? ഇല്ല, ഒരു വിളി ഞാൻ കേട്ടല്ലോ. തോന്നിയതായിരിക്കും. ശരിയാ, ഏത് നിമിഷവും അശ്വതിയുടെ വിചാരോട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് തോന്നിയതാവും. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബുദ്ധന്റെ റിസർച്ച് നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പുക്കുട്ടേട്ടാ, എന്താ അശ്വതി? ഞാൻ അപ്പുക്കുട്ടേട്ടാന്ന് വിളിച്ചപ്പോ അശോകേട്ടൻ എന്തിനാ വിളി കേട്ടത്? എന്റെ ഓമന പേരാണെന്ന് വിചാരിച്ചു. അശ്വതി എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. എന്നാ ഇനി മുതൽ ഞാൻ അപ്പുക്കുട്ടേട്ടാന്നേ വിളിക്കുള്ളൂ. അല്ല, സ്വീറ്റ് അപ്പുന്നായാലോ? അശ്വതി ഇഷ്ടം. പോടാ, ഇത് അവന്റെ ഫോട്ടോ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ശരിയാണല്ലോ, ഇതെങ്ങനെ എന്റെ മേശപ്പുറത്ത് വന്നു? അശ്വതിയെ വശീകരിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടിട്ടതാണ്. രണ്ടും കൽപ്പിച്ച് നടക്കുന്നവൻ അവൻ. അശ്വതി കരുതിയിരുന്നോണം. എന്തിനാ? എന്തിനെന്നു? കുട്ടിമാമ അശ്വതി എന്നെ ഏൽപ്പിച്ചിട്ടാ പോക്കറയ്ക്ക് പോയിരിക്കുന്നത്. തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാല് സമാധാനം പറയേണ്ടവൻ ഞാനാ. ഡാഡി തിരിച്ചു വരാൻ കാത്തിരിക്കാ ഞാനും. എന്നിട്ട് വേണം എനിക്ക് എല്ലാം പറയാൻ. എന്തോന്ന് പറയാൻ? അവനെ പറ്റി ഇനി മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അശ്വതി, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാളെ മുതൽ ഞാൻ നിഴല് പോലെ അശ്വതിയുടെ പുറകെ ഉണ്ടാവും. ബാക്കി ഇരുന്നോണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നിട്ട് കള്ളത്തിനും പൊളിഞ്ഞു വന്ന അപ്പുക്കുട്ടിന് മനസ്സിലായോ? എവിടെ മനസ്സിലാവാൻ? എന്റെ ഉത്തരവാദിത്വം കുറെ കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുക കക്ഷി. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നോ മടങ്ങുന്നോ? ശ്രീബുദ്ധന്റെ നാട്ടിൽ കുറച്ച് സ്നേഹവും കരുണയും ഒക്കെ ആയിട്ട് അശ്വതിയോടൊത്ത് കഴിയാമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ത്യാഗമൊന്നും വേണ്ട. നിർബന്ധമാണെങ്കിൽ ശ്രീബുദ്ധനെ പോലെ ഇവിടെ അങ്ങ് ഒറ്റയ്ക്ക് കഴിഞ്ഞോ? അവൻ എന്താ അശ്വതിയോട് കുശുകുശുക്കുന്നു? എനിക്കിട്ട് പാരവണിയാണ്. എന്റെ റിസർച്ച് കഴിഞ്ഞാ നാട്ടില് സെറ്റിൽഡ് ആവാനാ ഡാഡിയുടെ പ്ലാൻ. അശ്വതി ഇല്ലെങ്കിൽ പിന്നെ അശോകൻ എന്തിനാ നേപ്പാളിൽ നിൽക്കുന്നത്? ഞാനും വരാം. നേപ്പാൾ ഉപേക്ഷിച്ച് വരാൻ അമ്മായി തയ്യാറാകുമോ? കേരളം മമ്മിക്ക് ഇഷ്ടപ്പെടുമോ? പോയിരിക്കല്ലേ, ഒരു മാസം തങ്ങിയിട്ട് വരുമ്പോ അറിയാലോ കേരളത്തെ പറ്റി മമ്മിയുടെ ഒപ്പീനിയൻ. കേരളത്തിൽ പോയ അമ്മായിയുടെ അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന് പോക്കറയ്ക്ക് പോയെന്നാണല്ലോ അപ്പുക്കുട്ടൻ പറഞ്ഞത്. അപ്പുവേട്ടനോട് അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതാ. സുമതി അമ്മായിക്ക് കത്തിട്ടിട്ട് മറുപടി കാണാതായപ്പോ ഡാഡിക്ക് ടെൻഷനായി. അതാ പെട്ടെന്ന് പോയത്. കുട്ടിമാമ ഞാൻ വിചാരിച്ചതുപോലല്ല. യഥാർത്ഥ അശോകൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം പോയതാണോ അതോ കല്യാണക്കാരിയും സംസാരിക്കും? എന്റെ അശോകനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് ഡാഡിക്ക് ഇന്നലെ എഴുതിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്നില്ലേ? കുട്ടിമാമയല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അമ്മാവൻ തന്നെ ഒന്ന് വിളിക്കട്ടെ. അപ്പോ നാളെ തിരികെ വെച്ച് കാണാം. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ, അയ്യോ അയ്യോ, എല്ലാവരും കൂടി പിച്ച് ചീന്തി തന്നെയല്ലേ? അയ്യോ അയ്യോ.
രാവിലെ നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ നിന്ന് പഠിച്ചോണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കായിരുന്നു. അയ്യോ കോടാലി വെട്ടല്ലേ. ഞാൻ ചെയ്യണോ? അയ്യോ ചെയ്യാം. പിന്നെ അയ്യോ ഏറ്റവും ചവിട്ട്. അയ്യോ അയ്യോ പരീക്ഷിക്കല്ലേ. ഞാൻ എന്ത് വേണേലും പഠിച്ചോളാം. ആദിവാസിയോ ഓൾഡ് വാസിയോ എന്ത് വേണേലും ആകാം. അയ്യോ അക്കസട്ടോ സ്വപ്നം സ്വപ്നം ആ? അശ്വതി അശോകേട്ടാ സ്വപ്നം സ്വപ്നം ബാബാ അക്കസട്ടോ കീ അറിയുമ്പോച്ചേ പോടാ. പാരാ അമ്പട്ടൻ ആ